നാളെ ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ടും കൂടെ കാത്തിരിക്കുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എൻ്റെ എന്തൊക്കെയോ ആണ്. ഒരു മിനിറ്റ് വർഷയുടെ ഇഷ്ടപ്പെട്ടു. വർഷ പറഞ്ഞു നിന്റെ തനി ശൈലിയിലൊന്ന് വിളിച്ചേ. അങ്ങനല്ല, കുറച്ചുകൂടെ ലോക്കെ.
അതിന്റെ കൂടെ കോറസ് അറിയാലോ ടീമേ ഓക്കെ കടലിൽ കടമ്പ് വന്നു കടവിലെ കടവ് കണ്ടോ കുട്ടന്റെ കടയിലെ കട്ടൻ കുടിക്കോ ടീമ കായലിലെ കരിമീൻ കടിക്കോ കണ്ണമാടി കടലിൽ കടമ്പ് വന്നു കുട്ടന്റെ കടയിലെ കട്ടൻ കുടിക്കോ ടീമ കുടിക്കണ മുത്തമ്മ കണ്ണു കാട്ടുന്ന കുഞ്ഞമ്മ കടലിലും കായലിലും കളിച്ചു കുളിച്ചു കാട്ടുകൊണ്ടു ചൈനക്കാരുടെ പോട്ട് കൊച്ചി പോട്ട് കെട്ടി കൊച്ചിക്കാരുടെ ചൈനക്കാരുടെ പോട്ട് കൊച്ചി പോട്ട് കെട്ടി കൊച്ചിക്കാരുടെ കല്യാണം പോണേന്ന് ഞങ്ങൾ നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ സൗന്ദര്യം പണക്കുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ അപ്പോൾ പണങ്ങും. പക്ഷേ രാഹുലിന്റെ അത്ര പണക്കം കാണിക്കാൻ പാടില്ല എടാ. അപ്പൊ രാഹുലും ശ്രീവിദ്യയും നമ്മുടെ സ്റ്റാർ മാജിക്കൽ ഫോറിൽ കാണുന്ന പോലെ എല്ലാം അടിച്ചു പൊളിച്ച് എല്ലാരെയും രസിപ്പിക്കുന്ന രീതിയിൽ ആർക്കും സങ്കടം ഉണ്ടാക്കരുത്, എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന രീതിയിൽ ഒരുപാട് സ്റ്റാർ മാജിക് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നിങ്ങളുടെ സ്വന്തം ഫാമിലിയിലെ ഒരാള് കല്യാണം കഴിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ പോയി. ഫസ്റ്റ് ആള് ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്നിട്ട് അതിനൊരു സർപ്രൈസ് ചിഹ്നം കൊടുക്കുകയും ചെയ്തിരുന്നു അല്ലെ. ഇന്നലെ അതുപോലെ ഒരു സർപ്രൈസ് ഐഷ കൊടുക്കുകയും ചെയ്തു. ആലീസ് ഇടയ്ക്ക് കണ്ടായിരുന്നു ഡാൻസ് ചെയ്തതിന്റെ കൂടുതല്. ആലീസ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് എവിടെയാണ് മുങ്ങിയത്? എനിക്കൊന്ന് ചിക്കൻ കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി ചിക്കൻ കഴിക്കാൻ പോയത്. നാളെ ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ടും കൂടെ കാത്തിരിക്കുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എൻ്റെ എന്തൊക്കെയോ ആണ്, അത്ര എനിക്കറിയുള്ളൂ. അപ്പം ഒരു സേഫ് ആയിട്ടുള്ള ഹാൻഡുകളിലേക്കാണ് ഏൽപ്പിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടൊരു ഉറപ്പുണ്ട്. എന്റെ കൊച്ചിനെ നല്ലപോലെ നോക്കും, പൊന്നുപോലെ നോക്കുന്ന ഉറപ്പുണ്ട്. നീ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ദൈവത്തിനോടും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഫാമിലിയിൽ എത്തിയത്. അതിന് കുറെ കാലം മുന്നേ. എന്നിട്ട് പോലും ഈ ബോണ്ട് കുറെ കാലം നിൽക്കുന്നുണ്ട്. എന്റെ കല്യാണത്തിന് ആരും വീട്ടുകാരും വന്നിട്ടില്ല, ടീമായിട്ട് മാത്രം വന്നിട്ടില്ല. പാട്ട് പാടി ഇവരോട് വേറെ കണക്ഷനാണ് വിചാരിക്കുന്നത്. നമ്മൾ മൂന്നാള് കൂടി എങ്ങനെയാ ആരുടെ കല്യാണത്തിന് പോയാലും കരയും. അപ്പൊ പിന്നെ ഇതായിട്ട് ഇന്ന് അങ്ങോട്ട് നാളത്തെ കരയാം.
ഹലോ തുള്ളി ക്ഷീണിച്ച് ഇനി എന്താ പറയുക ഇന്നലെ ഹൽദി ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ പോരായ്മകളും ഇന്ന് നമ്മൾ നികത്തിയിട്ടുണ്ട്. അതെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ കളിച്ച് ഡാൻസൊക്കെ കളിച്ച് DJ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുക. സംഗീതമൊക്കെ നല്ല അടിപൊളിയായിട്ട് ശ്രീയുടെ നല്ല ഭംഗിയായിട്ട് നടന്നു. ഞങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത്. ഇനി നാളത്തെ ആ ഒരു കല്യാണ മുഹൂർത്തം അവൻ ഇങ്ങനെ താലി ചാർത്തുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വാ ആളെ ഒരു പ്രത്യേകിച്ച് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലോ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഐഷു കൊടുത്ത സർപ്രൈസിനെ പറ്റിയാണ്. കാരണം ഹൽദിക്ക് ഒരിക്കലും ചിന്നു ഓർത്തില്ല സർപ്രൈസ് കൊടുക്കുമെന്നുള്ളത്. കാരണം ചിന്നു ഐഷുവിന് സർപ്രൈസ് കൊടുത്തു, തിരിച്ചും കൊടുത്തു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ ചെയ്തു. സൂപ്പർ. ഓക്കെ, അപ്പോൾ നാളെ ഉണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? അടിപൊളി. അപ്പോൾ കഴിച്ചിട്ടാ. താങ്ക് യു. അപ്പോൾ നന്ദി. വീണ്ടും വരിക. നാളെ കാണാം. ഓക്കെ. അപ്പം ഞങ്ങൾ ഇപ്പം പതുക്കെ മഴയൊക്കെ പതുക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ നാളത്തെ കല്യാണത്തിന് വേണ്ടി ഞാൻ പോയി ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ പെട്ടെന്നല്ലേ. റെഡി ആയിട്ട് വരട്ടെ. ഹലോ, ഞാനിനി ഇവിടുന്ന് കോട്ടയം പോയിട്ട് കോട്ടയത്ത് നിന്ന് വേണം വരാൻ. 3 ദിവസം വരി ഇവനാണ് മെയിൻ താരം. ഈ ഒരു ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും പോവാനും ഒക്കെ ഇവനിങ്ങനെ നടക്കുമോ? സഹിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോയി വന്ന് ഇന്ന് അതാണ് പറയാ എത്ര സഹിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് നാളെ വെളുപ്പിനെ പറഞ്ഞാടാ പെട്ടെന്ന് പോകും. അതാണ് കല്യാണം കഴിച്ച് പോകുന്നു വിചാരിച്ചത്. പക്ഷെ പോയിട്ടില്ല, തിരിച്ച് വീട്ടിൽ തന്നെ എത്തി എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും നാളത്തേക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ? ഐഷുവിൻ്റെ കല്യാണം നമ്മൾ ഇതേപോലെ കണ്ടതാണ് കേട്ടോ. ഞാനും ശ്രീയും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇനി നമ്മൾ റോൾസ് സ്വിച്ച് ചെയ്യാണ്. ശ്രീൻ്റെ കല്യാണം നമ്മൾ രണ്ടുപേരും നാളെ കാണാം എന്താണെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.